കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടികളെ ഇറക്കി വിട്ടു എന്നുള്ള വാർത്തയുമായി അർജുൻ കല്യാട് വരുന്നുണ്ട്. ചമ്പാട് HSSലെ കുട്ടികളെയാണ് പകരം സംവിധാനമൊന്നും ഒരുക്കാതെ ബസ്സിൽ നിന്ന് അങ്ങ് ഇറക്കി വിട്ടത്. അപകടാവസ്ഥയിൽ കുട്ടികൾ വെള്ളക്കെട്ടിലൂടെ വീട്ടിലേക്ക് പോകാൻ നോക്കി, പക്ഷേ നാട്ടുകാർ അത് അനുവദിച്ചില്ല. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഒരു വലിയ അപകടം അവിടെയും ഒഴിവായിട്ടുണ്ട്. നാട്ടിൻപുറത്തിന്റെ ഒരു നന്മ നമുക്ക് അവിടെയും കാണാൻ കഴിയുന്നു. അർജുൻ കല്യാട്, എന്തുകൊണ്ടാണ് ഈ വെള്ളക്കെട്ടുള്ള ഇടത്ത് ഈ കുട്ടികളെയൊക്കെ ഇറക്കി വിട്ടത്? ഈ കുട്ടികൾ വീട്ടിൽ സുരക്ഷിതരായി എത്തുക എന്നുള്ളത് ആ ബസ്സിന്റെ കൂടി ഉത്തരവാദിത്തമല്ലേ? തീർച്ചയായിട്ടും സുജിയ, ഇന്ന് കണ്ണൂരിൽ ശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളെ നേരത്തെ തന്നെ വീടുകളിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നു. അങ്ങനെയാണ് ഉച്ചയോടുകൂടി ഈ ചമ്പാടുള്ള ചോദാവൂർ HSSലെ കുട്ടികളെയും ഇതുപോലെ തന്നെ സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് തന്നെ യാത്രയാക്കിയത്. ഈ വീട്ടിലേക്കുള്ള കുട്ടികളെ കൊണ്ടുപോകുന്ന വഴിയിലാണ് ഒരിടത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബസ്സിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ബസ് ഡ്രൈവർ അതിനകത്ത് എടുത്തിട്ടുള്ളൊരു സമീപനം അത്യന്തം അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം കുട്ടികളെ എല്ലാവരെയും തന്നെ ആ വെള്ളക്കെട്ടിൽ, അതായത് ആ പെരുവഴിയിൽ ഇറക്കിവിട്ട് ആ ബസ് ഡ്രൈവർ കടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികളെല്ലാവരും തന്നെ ഇവിടുന്ന് പോകാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ സന്ദർഭോചിതമായി ഇടപെട്ടു. കുട്ടികളെ അത്തരത്തിൽ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല. അവരുടെ ഒരു സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് എന്ന് തന്നെ പറയാം. കാരണം വലിയ തോതിൽ ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വെള്ളക്കെട്ടിലെല്ലാം തന്നെ. കാരണം പുഴയും അതുപോലെ തന്നെ തോടുകളുമെല്ലാം കരകവിഞ്ഞാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവുന്നത്. പക്ഷേ കുട്ടികളെ ഇതുപോലെ പെരുവഴിയിലാക്കി കടന്നുപോയപ്പോഴും നാട്ടുകാർ കുട്ടികളെ ഇത്തരത്തിൽ വെള്ളക്കെട്ടിൽ ഇറങ്ങാൻ വേണ്ടി അനുവദിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ സ്കൂൾ അധികാരികളെയും ഈ ബസ് ഡ്രൈവറെയും നാട്ടുകാർ ബന്ധപ്പെട്ട് ആ സ്ഥലത്തേക്ക് വരികാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വന്ന് അതിനുശേഷം ഈ ഡ്രൈവറോടും സ്കൂൾ അധികാരികളോടുമെല്ലാം വളരെ രോക്ഷാകുലരായി നാട്ടുകാർ പൊതുവെ, അത് സ്വാഭാവികവുമാണ്. കാരണം അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഒരു ദുരന്ത സാഹചര്യം, ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കുട്ടികളെ ഇറക്കി വിടുക എന്നുള്ളത് അത്യന്തം വേദനാജനകമാണ്. ആ സ്കൂൾ ഡ്രൈവർ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കുട്ടികളെ ഇറക്കി വിടുന്നത്? സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആ ബസ് ഡ്രൈവറുടേതാണ്. അതിന് മറ്റേതെങ്കിലും സ്റ്റാഫ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിൽ കൂടി അതിനകത്ത് അങ്ങനെ സ്റ്റാഫ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടി ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് സ്കൂൾ അധികൃതരും അല്ലെങ്കിൽ ആ ബസിന്റെ അധികൃതരും ഒക്കെ മറുപടി പറയേണ്ടതാണ്. ആ മറുപടി കൂടി തേടുക. കാരണം ഇങ്ങനെയുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനമൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആരുത്തരം പറയുമായിരുന്നു? നാട്ടുകാർ ആ കുട്ടികളെ വെള്ളക്കെട്ടിലൂടെ പോകുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? അപ്പോൾ അപകടം ഒഴിവാക്കുക. ഒരു അപകടത്തിൽ പെടുമ്പോൾ ആ അപകടത്തിൽ ഇറക്കി വിട്ടിട്ട് പോവുകയല്ല, കൃത്യമായി ആ കുട്ടികൾ വീട്ടിലെത്താനുള്ള സംവിധാനം ഒരുക്കുകയാണ് വേണ്ടത്.